അധികാരം ദുരുപയോഗം ചെയ്യുന്നതിൽ ആഹ്ലാദിക്കുകയാണ്, അതിന് ആനന്ദം കണ്ടെത്തുകയാണ്. അധികാരം എങ്ങനെ ദുരുപയോഗം ചെയ്യാം എന്നുള്ളത്. ഏതായാലും ഒരു കാര്യം ഞങ്ങൾക്ക് ബോധ്യമായി, ഈ സർക്കാരിന് ഉപദേശം കൊടുക്കുന്നവർ അവരുടെ ശത്രുക്കളാണ് എന്ന് ബോധ്യപ്പെടുന്ന രീതിയിലാണ് ഓരോ ദിവസവും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. വ്യാപകമായിട്ടാണ് കേസുകൾ എടുത്തിരിക്കുന്നത്. കേരളത്തിലുടനീളം നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായി, മഹിളാ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായി ആയിരക്കണക്കിന് കേസുകളാണ് എടുത്തത്. എന്നിട്ട് കോടതിയിൽ പണം കെട്ടിവെക്കേണ്ട സ്ഥിതിയിലേക്ക്, ലക്ഷക്കണക്കിന് രൂപ കോടതിയിൽ കെട്ടിവെക്കേണ്ട സ്ഥിതിയിലേക്ക് ഈ പാർട്ടി പോവുകയാണ്. അതായത് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുക, അതിനെ അടിച്ചമർത്തുക എന്നുള്ള സ്റ്റാലിനിസ്റ്റ് നയമാണ് ഈ ആധുനിക കേരളത്തിൽ ശ്രീ പിണറായി വിജയൻ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. എത്ര അടിച്ചമർത്തും തോറും അത് പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചടിക്കും എന്ന മുന്നറിയിപ്പാണ് ഞങ്ങൾക്ക് നൽകാനുള്ളത്. കരിങ്കൊടി കാണിക്കാൻ പാടില്ല, പ്രതിഷേധ പ്രകടനം നടത്താൻ പാടില്ല, പോലീസിനെ കൊണ്ടും ഗുണ്ടകളെ കൊണ്ടും അവരെ അടിച്ചമർത്തും, പോലീസിനെ കൊണ്ട് വ്യാപകമായി കേസുകൾ എടുപ്പിക്കും, ജാമ്യമില്ലാത്ത കേസിലേക്ക്. ഇന്നലെയൊക്കെ കാണിച്ചതെന്താ, 41A നോട്ടീസ് എപ്പോഴാണ് കൊടുക്കേണ്ടത്? അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പാണ് 41A നോട്ടീസ് കൊടുക്കേണ്ടത്. എന്നിട്ട് മജിസ്ട്രേറ്റിന്റെ അനുമതിയോടുകൂടിയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ 41A നോട്ടീസ് കൊടുത്തത് അടൂരിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുത്ത് കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടാണ് 41A നോട്ടീസ് കൊടുക്കുന്നത്. മുഴുവൻ നിയമം ലംഘിക്കുകയാണ്. അതുപോലെ സെക്ഷൻ 333 എടുത്ത്, സെക്ഷൻ 333 എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരാൾക്ക് പരിക്കേൽപ്പിക്കണമെന്നുള്ള മനഃപൂർവ്വമായ ഉദ്ദേശത്തോടുകൂടി ആയുധം ഉപയോഗിച്ച് ചെയ്തെന്നാണ്. 10 വർഷത്തെ തടവ് ശിക്ഷ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കേസാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ചെയ്യുന്നൊരു കേസ് പോലീസിനുണ്ടോ? വ്യക്തിപരമായി അദ്ദേഹം ആരെങ്കിലും പരിക്കേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ചെയ്തോ? എന്നിട്ട് 10 വർഷം തടവ് ശിക്ഷ കിട്ടുന്ന കേസ്. ഷൂവർ എന്നും പറഞ്ഞ് എറണാകുളത്ത് വധശ്രമത്തിന് കേസെടുത്ത് വഷളായി പോയതാണ് സർക്കാർ, വഷളായി പോയതാണ്. അപ്പൊ നിയമവിരുദ്ധമായിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, നിയമവിരുദ്ധമായി. എന്നിട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആക്ഷേപം ഉന്നയിക്കുകയാണ്, വ്യാജ സർട്ടിഫിക്കറ്റ്. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു ഗവൺമെന്റിനെയും CPM-നെയും. രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ ഹാജരാക്കിയ സർട്ടിഫിക്കറ്റ് വ്യാജ സർട്ടിഫിക്കറ്റാണെന്ന് തെളിയിക്കാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. രോഗം ബാധിച്ച ഒരാൾ ചികിത്സ തേടുന്നതിന് വ്യാജ സർട്ടിഫിക്കറ്റ് ആണെന്ന് പറയുന്ന ഈ വിവരക്കേട് എന്തു രാഷ്ട്രീയമാണിത്? എത്ര വില കുറഞ്ഞ രാഷ്ട്രീയമാണ്? ആർക്കും അസുഖം വരാൻ പാടില്ലേ?